ഇതാ ഫുൾ ബ്രേക്കാണ്. ബ്രേക്കായിട്ട് നമ്മുടെ വണ്ടി നോക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്ന നോക്ക്. ഫുൾ ബ്രേക്കും ചവിട്ടിയിട്ടിരിക്കുക, വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കണം. വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ മച്ചന്മാരെ, നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ബാക്കി പറ. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ ഇൻട്രോ വരാന്ന് വിചാരിച്ചാണ്, നടക്കണില്ല കേട്ടോ. ഭയങ്കര നല്ല വെയിലും കാര്യങ്ങളുമാണ്. അപ്പൊ ഇന്ന് നമ്മള് പോയിരുന്നത് എവിടെയാണ്? ലോണാവാല. അവിടെ ഞങ്ങള് മറ്റേ നമ്മുടെ ഗൂഗിളിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല കിടിലും ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. നല്ല മറ്റേ വെള്ളം ചാടുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോ മൊട്ട വെയിൽ. അപ്പൊ നമ്മളിപ്പോ ലോണാവാലിക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ലോണാവാലയത്തെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇങ്ങനെ കണ്ടാലാണ് ഞങ്ങളുടെ കയ്യിൽ നല്ല ഇഷ്ടപ്പെട്ട പോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ കാണാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളും ഇങ്ങനെ എന്താണ് ആരും കാണാത്തത്, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ പോയില്ലേ? നിങ്ങളല്ലേ ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പൊക്കെ ചെയ്തോ, എന്നാലും ഇടയിലിടയിൽ നല്ല രസം ഉണ്ടാകും. അപ്പം ഇങ്ങനെ നോക്കി കാണുക. ബാക്കി നമുക്ക് റോഡിൽ താഴെ നോക്കി അപ്പുറത്തൊരു ഡാമാണ് കേട്ടോ. പക്ഷെ വെള്ളമൊന്നുമില്ല ഡാമിനകത്ത്. ഏതൊക്കെയോ ഭാഗത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമില്ലാത്ത ഡാമാണ്. ചെറുതായിട്ടൊരു കുന്ന് തിരി കയറുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൈവേന്ന് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു വലിയ ഹൈവേ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താഴത്തേക്ക് ഒരു റോഡാണ്. ഇങ്ങനെ ലോണാവാല ബോർഡ് എഴുതിയ ഒരു റോഡ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടില്ലേ, പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഹൈവേ ആണ്. പെട്ടെന്ന് അത് പറയുമ്പോൾ എന്താണ്, ചുറ്റും ഒന്നുമില്ല, ചുറ്റും പാറയും മലകളുമായിട്ട് അതിൻ്റെ നടുവ് കൂടെ ഒരു റോഡ്. ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് പക്ക ഒരു ഗ്രാമം അല്ലേ, ഒരു പക്ക അതിന് ചുറ്റും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഡാമിലേക്കും ഇതിലേക്കൊക്കെ പോകുമ്പോഴുള്ള അതേപോലത്തെ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഫോട്ടോയിലൊക്കെ ലോണാവാലയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇതൊരു കിടിലം വളമാണ് കേട്ടോ, വളച്ചൊടിക്കണം. അയ്യോ, ഇവിടെ ഇപ്പൊ വഴി ഏകദേശം ഓണായി. നമ്മൾ വിചാരിച്ച സ്ഥലം തന്നെയാണ്. ഫുള്ള് ഹെയർ പിന്നും കാര്യങ്ങളുമായിട്ട്. പെട്രോൾ കുറച്ചും കൂടെ അടിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് മനസ്സിന്. ഒന്നൊന്നും കേറുന്നില്ല ഡിങ്കൻ. ഡിങ്കനെ കേറാൻ മടിയാണ് പറഞ്ഞാൽ വലിയ വലിയ കുന്നുകളുടെ ഡിങ്ക അത് എന്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങള് എന്തായാലും മലമുകളിൽ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ നീച്ചപ്പോൾ. മാത്രമല്ല നല്ല കൊതുകടി ഉണ്ടായിരുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ല കൊതുകടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജിസ്മോൻ മോട്ടു നമ്മളെ ഭയങ്കര സേഫാക്കി ഇന്നലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ തൊട്ടിട്ട് അവൻ നമ്മളെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, വന്നോ, നമ്മൾ സ്റ്റേ ഇവിടെ ശരിയാക്കി തരും ഒക്കെ പറഞ്ഞു. നമ്മളപ്പോൾ കാര്യം അവൻ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി ഫുഡ് വാങ്ങി തന്നു അല്ലേ, ഫുഡ് മേടിച്ച് തന്നു. അവൻ ഫാമിലി ആയിട്ട് ഞങ്ങളെ പുറത്ത് കൊണ്ടുപോയി, ധാബയെ കൊണ്ടുപോയി ഭക്ഷണം മേടിച്ച് തന്നു. അങ്ങനെയൊക്കെ പോയി എല്ലാവരുടെ ഒപ്പം പോയി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ റൂം എത്തിക്കഴിഞ്ഞപ്പോൾ എയർഫോഴ്സ് സ്റ്റേഷനാണ്. ലോണാവാല എയർഫോഴ്സ് സ്റ്റേഷൻ. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ.
മൊത്തത്തിൽ ആകെ സീനായി പോയി. താഴ്ത്താട്ടോ എവിടെ പോലീസ് ഉണ്ടാവുന്ന അറിയത്തില്ലല്ലോ. നമ്മളെ കിട്ടുമോ താഴ്ത്തിട്ട് അതാണ് ഇന്നലെ സംഭവിച്ചത്. പിന്നെ കൊതുകടി ഉണ്ടായിരുന്നു. പിന്നെ ക്ഷീണം കൊണ്ട് ഞാൻ അത്യാവശ്യം ഇറങ്ങി. നമ്മുടെ ബൊമ്മ ഞാൻ നോക്കുമ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ട് തിരിച്ച് കിടക്കണു ഇങ്ങോട്ട് തിരിച്ച് കിടക്കണു. നല്ല കൊതുകടി ഉണ്ടായിരുന്നു. പിന്നെ ചൂടായിരുന്നു. ആ കൊതുകടിയും പിന്നെ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് മറ്റേ ഗോകർണയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പിന്നെ കോലാപൂരും നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇയാൾ എന്തിനാ ഇപ്പൊ ബ്രേക്ക് ഔട്ട് ചെയ്തു? ഇറക്കാണേ. റോഡ് കണ്ടോ? സിക്സാക്ക് ആയിട്ടുള്ള റോഡാണ്. റോഡൊക്കെ സിക്സാക്ക് ആയിട്ടുള്ളതാണ്. അപ്പൊ ആ ലോറിക്കാരൻ എന്തിനാ ഇപ്പൊ ബ്രേക്ക് പിടിച്ചേ? ഒരാവശ്യമില്ലാതെ ചിലപ്പോ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ബ്രേക്ക് പിടിക്കാൻ അല്ലേ? അതെ, വെറുതെ വണ്ടികൾ ബാക്കിൽ വരുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ തോന്നുന്ന നല്ല സ്വഭാവമാണല്ലോ. നമുക്ക് എണ്ണ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇവിടെ എന്തോ ഒരു ആംബി വാലിയിൽ നിന്ന് 14 കിലോമീറ്റർ ഉണ്ട്. ഈ വണ്ടികളൊക്കെ അങ്ങോട്ടാ പോകുന്നത് തോന്നുന്നുണ്ട്. നമ്മളും കുറച്ച് 14 കിലോമീറ്റർ അല്ലേ, അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ച് പിടിക്കുകയാണ്. 14 കിലോമീറ്റർ. പിന്നെ വാട്ടർഫോൾസ് ഇവിടെ തന്നെയാണ് അല്ലേ? വാട്ടർഫോൾസ് ഇവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വാട്ടർഫോൾസ് ഒന്നും കണ്ടില്ല നമ്മള്. വഴി എന്തായാലും അടിപൊളി വഴിയാണ് കേട്ടോ. നല്ല സൂപ്പർ വഴിയാണ്. കട്ടറും കാര്യങ്ങളൊന്നുമില്ല. ഉഷാറായിട്ടുള്ള വഴിയാണ്. ഫുള്ള് ഹെയർ പിൻ. പിന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് റോഡ്. പിന്നെ എയർഫോഴ്സ് സ്റ്റേഷൻ ഒക്കെ ഇടയിലുണ്ട്. INS ശിവാജി അത് എന്താണെന്ന് അറിയത്തില്ല. അത് താഴെ ഉണ്ടായിരുന്നു. കുറെ പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. നല്ല റോഡ് എന്ന് പറഞ്ഞിട്ട് നല്ല റോഡ് കഴിഞ്ഞു എന്നും ഒരു സംശയമുണ്ട്. ഇന്നിങ്ങോട്ട് കയറാൻ തുടങ്ങിയ ഇങ്ങനെ കട്ടകളിങ്ങനെ താഴ്ത്തി കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഇതേ അവിടെ കണ്ടോ? ഇതേ അവിടെ നിന്നൊക്കെ കണ്ടോ എല്ലാവരും? ഇവിടെ കുറെ ചെറിയ കടകളാണ്, ഹോട്ടലുകളാണ് കേട്ടോ. ഫുള്ള് കടകളാണ്, ചെറിയ തട്ടുകടകളാണ് അതൊക്കെ. എവിടെ ഉണ്ടോ? എവിടെ? ആഹോ, ഒട്ടകത്തിന്റെ മേലെ കയറാനാണല്ലേ ഇത്? ഒട്ടകത്തിന്റെ മേലെ ആണോ? ഒട്ടകത്തിന്റെ മേലെ കയറാൻ ഇനി വേറെ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. രാജസ്ഥാൻ അവിടെയൊക്കെ പോകുമ്പോൾ ഒട്ടകത്തിന്റെ മേലെ കയറാൻ. അവിടെ റോഡ് പറഞ്ഞ എന്താണ് ഫുള്ളും വെഹിക്കിളിൽ കയറി സാൻഡിലൊക്കെ ഒട്ടകമല്ലേ. അപ്പൊ നമുക്ക് ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറാൻ വയ്യേജി. ഒട്ടകത്തിന്റെ പുറത്ത് കയറണം വയ്യേജിയോ അല്ല. ഇതിങ്ങനെ കൊറേ കയറ്റം പിന്നെ കൊറേ ഇറക്കം കേട്ടോ. എന്താണ് ഇവിടെ എന്താണ് സംഭവം ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയില്ല. ചുമ്മാ അങ്ങനെ ഒരു ഹെയർ പിന്ന് കയറി ഇറങ്ങുകയാണോ ഇനി നേരെ നമ്മുടെ ഹൈവേയിലേക്ക് ഇറങ്ങി ചെല്ലുമോ? അവിടുന്ന് കാണുന്ന ആ മലയുടെ ഏതോ ഒരു മല, അതായത് ലോണാവാല ബോർഡ് കാണുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു മലയുടെ മേലേക്കാണ് ഇത് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ എന്താ ആൾ താമസമാണോ കടകളാണ് അല്ലേ? കടകളും കുറെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുമുണ്ട്. ഈ കുട്ടികളും കാര്യങ്ങളും. ആ കാറ്റിന്റെ ഇത് കാരണം തന്നെ ആയിരിക്കും. മറ്റേ ഷീറ്റും കാര്യങ്ങളൊന്നും പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പെട്ടിക്കടയും പിന്നെ അതിന് ടാർപ്പായൊക്കെ ഇട്ടിട്ട് അതിന്റെ മേലെ വലിയ പാറക്കല്ലുകളാണ് വെയിറ്റ് വെച്ചിരിക്കണത്. എന്ത് ധൈര്യത്തിലാണാവോ അതിന്റെ ഉള്ളിൽ പണിയെടുക്കുന്നത്. ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാലും
എന്താന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത മനുഷ്യനാണ് കേട്ടോ. ഉള്ളേരിയയിലേക്ക് പോകുന്തോറും ഒരുമാതിരി ഒരു മനുഷ്യരാണ്. മനുഷ്യരെ കുറ്റം പറയുന്നതല്ല, അവരുടെ ഒരു കാഴ്ചപ്പാട് വേറെ രീതിയാണ്. എന്നാൽ ടൗണിലേക്ക് എത്തുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വ്യത്യസ്തമാണ് അല്ലേ. ടൗണിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എല്ലാവരും ഭയങ്കര മോഡേൺ ആയിട്ടാണ്. മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ദൈവമേ, അതിൻ്റെ അകത്തേക്ക് വണ്ടി കൊണ്ട് പോയ അവസ്ഥ ഓർമ്മയുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ മുമ്പേടെ മുഖമൊക്കെ കണ്ടോ, ആകെ ക്ഷീണിച്ച് അവശയായിക്കുക. ആൾക്കാർ ഇവിടുത്തെ വണ്ടി ഓടിക്കണം, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ, എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല. ഓട്ടോറിക്ഷക്കാർ ഇത് ഇങ്ങനെ എന്നിട്ട് ഒറ്റ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചിട്ടാണ് പോവുകയാണ് അവര്. ഗോകർണിൽ നിന്ന് വന്നത് തന്നെ നമ്മുടെ ഒരുപാട് തെറിച്ചു. പിന്നെ ഇന്നലെ പെട്ടെന്ന് ഞങ്ങളൊരു സാഹസികമായിട്ട് ചെയ്തതാണ്. ഒരു 400 കിലോമീറ്റർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല രസമാണ്, നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, സത്യം പറയല്ല, ഞങ്ങൾ ഇതുവരെ ഒരു ദിവസം പോലും ഞങ്ങളൊരു റൂം എടുത്തിട്ടില്ല കേട്ടോ ഹോട്ടലിൽ. ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ഞങ്ങളുടെ റൂം എടുത്തിട്ടില്ല. അതേപോലെ നമുക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള വല്ല. പിന്നെ ഗോകർണയും നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ സന്നിത്ത് കേട്ടോ. അവനാണ് അത് അവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു, അവൻ ഇപ്പൊ കൂട്ടുകാരനാണ്. അവൻ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പൊ അവനുള്ളതും കൊണ്ട് ഞങ്ങളുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ഒരു ദിവസം കേട്ടോ, ഒരു ദിവസം പോലും ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് വിട്ട് കടന്നിട്ടില്ല കേട്ടോ. ഗോകർണിൽ നിന്ന് വന്നത് തന്നെ നമ്മുടെ ഒരുപാട് തെറിച്ചു. പിന്നെ ഇന്നലെ പെട്ടെന്ന് ഞങ്ങളൊരു സാഹസികമായിട്ട് ചെയ്തതാണ്. ഒരു 400 കിലോമീറ്റർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല നല്ല രസമാണ്, നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, സത്യം പറയല്ല, ഞങ്ങൾ ഇതുവരെ ഒരു ദിവസം പോലും ഞങ്ങളൊരു റൂം എടുത്തിട്ടില്ല കേട്ടോ ഹോട്ടലിൽ. ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും ഞങ്ങളുടെ റൂം എടുത്തിട്ടില്ല. ഗോകർണയും നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തതാണ് നമ്മുടെ സന്നിത്ത് കേട്ടോ. അവനാണ് അത് അവിടെ നിന്ന് പരിചയപ്പെട്ടാണ്. നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു, അവൻ ഇപ്പൊ കൂട്ടുകാരനാണ്. അവൻ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പൊ അവനുള്ളതും കൊണ്ട് ഞങ്ങളുടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ഒരു ദിവസം കേട്ടോ, ഒരു ദിവസം പോലും ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് വിട്ട് കടന്നിട്ടില്ല കേട്ടോ. എല്ലാ ദിവസവും വണ്ടിക്കകത്ത് തന്നെയാണ്. ഇന്നലെ മാത്രമായിരുന്നു ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ കഷ്ടത തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് ദൂരം നമ്മൾ പെട്ടെന്ന് കവർ ചെയ്യാനുണ്ട് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, തീർച്ചയായും നമുക്ക് വണ്ടിക്കകത്ത് കടന്നുകൊണ്ട് പറ്റില്ല. കാരണം നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം, നമുക്ക് കുക്ക് ചെയ്യണം. ഞങ്ങളുടെ യാത്ര ഇപ്പോൾ ഭയങ്കര സ്ലോ ആണെന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നത് വാൻ ലൈഫ് നമ്മൾ അത്ര ആത്മാർത്ഥതയായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂമിന് പൈസ കൊടുക്കാൻ ഞങ്ങൾ പൈസ ചിലവാക്കുന്നില്ല, പിന്നെ ഭക്ഷണത്തിന് പൈസ ചിലവാക്കണില്ല. ഒരു നേരം ഞങ്ങൾ കുക്ക് ചെയ്യും. രാവിലെ വീട്ടിൽ നിന്ന് തന്നുവിട്ട കുറേ സ്നാക്സും കാര്യങ്ങളും ഇപ്പോഴും വണ്ടിക്കകത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല തണുപ്പും കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ. ആ നല്ല സൂപ്പറായിട്ടുണ്ട് കാഴ്ചകൾ അല്ലേ, അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ കാണാൻ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച അതേ ഒരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതില് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ഇപ്പൊ മാത്രമല്ല നമ്മുടെ ഗ്ലാസ്സിൽ ഫുള്ള് ചെളിയാണ്, അല്ലെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടിയാനെ. ഇന്നലെ ഞങ്ങള് ഹൈവേ കൂടെ വരുന്ന സമയത്ത് അങ്ങനെ പൊടിയും ചെളിയായിട്ട് വണ്ടി അതെ ബാക്ക് ഗ്ലാസ്
ഗ്ലാസ് ഫുള്ള് ഞങ്ങൾക്ക് ഒന്നും കാണണേ ഇല്ല. കർട്ടന്റെ ഒരു മറവുണ്ടായിരുന്നു. അതിട്ടിട്ടും അതുകൊണ്ട് പിന്നെ ഈ പൊടിയായിട്ട് മൊത്തത്തിൽ കർട്ടൻ ഇട്ട പോലെയാണ്. അതാ പറയാൻ വന്നത്, വേറൊന്നുമല്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ ലയൺസ് പോയിന്റ് എന്നാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. എന്താ ലയൺസ് ക്ലബ് ഓഫ് ലോണാവാല. ഓ, അതുകൊണ്ടാണിത് ലയൺസ് പോയിന്റ്. ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല ലയണും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമായിരിക്കും. നിങ്ങൾ പോയി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിംഹത്തെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഭയങ്കര ഒരു കിടിലം വ്യൂ ആണ്. എന്തായാലും ഒരു രക്ഷയില്ല. ഈ ഒരു സ്പോട്ടാണ് കേട്ടോ ലയൺസ് പോയിന്റ്. ഇത്രയും മലയും കാര്യങ്ങളുമാണ്. നമ്മളിതിൻ്റെ മേലിൽ കയറി വന്നതാണ്. പിന്നെ എല്ലാവിടെയും കാണുന്ന പോലെ ദേ ഈ ഐറ്റവും നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എവിടേക്ക് ഇരിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഒന്നും കൂടെ ഉഷാറായനെ. നമ്മുടെ ബൊമ്മതാ നല്ല സുഖമായിട്ടേ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആണെങ്കിൽ എന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് നട നല്ല ഉറക്കമാണ് കേട്ടോ ആള്. ഇവിടെ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളൊന്നുമില്ല. കുറേ ഈ ഷോപ്പിങ്ങിനുള്ള ചെറിയ കടകളും കാര്യങ്ങളും. പിന്നെ കുറേ പേര് നമ്മളെ പോലെ കുറേ പേര് ഫോട്ടോസ് എടുക്കണു, കുറേ പേര് വീഡിയോസ് എടുക്കണു, കുറേ കപ്പിൾസായിട്ട് വന്നിരിക്കണു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ. ഞാൻ ഓരോ സൈഡും നോക്കുമ്പോൾ നമുക്ക് ഓരോ മലകൾ ഇങ്ങനെ കാണാം കേട്ടോ. അതാണ്ടോ ഈ സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഇത് ഓരോ ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോ ഫോർട്ടാണ്, എന്തൊക്കെയോ ഫോർട്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ്ടോ ഇതൊക്കെ അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. ഇതിലേക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ മേലേക്ക് പോകാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്കതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇതൊന്നും നമുക്ക് കണ്ടു കഴിയാനും പറ്റില്ല. നമുക്ക് പോവും വേണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1-2 ദിവസം ട്രക്ക് ചെയ്തിട്ടൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പാണ്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കാര്യങ്ങൾ. डाल के दे दो मलाई को ले लो. ഓക്കെ. എന്തൊക്കെയോ സംഭവം നമ്മളോട് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ആളാണ് കേട്ടോ. എന്താണ് ഇപ്പം ഇതിൻ്റെ പേര്? മാലൈഗോള. എൻ്റെ ദൈവമേ, മാലൈഗോള എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഐസിലൊക്കെ തിരുമ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും മാഡം ഓപ്പൺ. ഇത് കുടിച്ചിട്ടേൽ ഉറക്കം പോകുമെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. മാലൈഗോള റെഡി. മാലൈഗോള എന്താ സാധനം എനിക്കും അറിയില്ല. എനിക്ക് വേണ്ട. ഇതാണ് സംഭവം. അയ്യോ, കൊള്ളാമോ? ടേസ്റ്റ് ചെയ്യാനാണ്. അപ്പോളേ ആൾക്ക് വ്യൂ ഒന്നും ഇപ്പോൾ കാണാൻ വയ്യ. പക്ഷെ ഒരു പഞ്ഞിമിഠായി വേണം എന്നാണ് പറയണത്. എന്തായാലും പഞ്ഞിമിഠായി മേടിച്ചു കൊടുക്കാം. ഓ ഭയ്യ, टू 3 ले लो. 50 की 3 3 करो.
How much for 2? 3 कर दे रहा हूँ. Correct? Correct. 3 പഞ്ഞിമിഠായി കേട്ടോ. നമുക്ക് ഹിന്ദി അറിയാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തരില്ല പറയും. 50 രൂപ വാങ്ങി. ഉറങ്ങുന്ന ആളെങ്ങനെ പഞ്ഞിമിഠായി കഴിക്കും? ചെറുപ്പത്തിൽ നിറയെ പനി ഉണ്ടാവും. ചെറുപ്പത്തിൽ നിറയെ പഞ്ഞി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ വലുതായില്ലേ, അപ്പോൾ പിന്നെ പഞ്ഞി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് തിരിച്ചു പോകാം എന്തായാലും. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും തിരിച്ചു പോവാം. അപ്പോൾ ഇവിടെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. പിന്നെ നല്ല മൊട്ട വെയിലും ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു വിടാം. മറ്റേ ആൾ നല്ല ഉറക്കത്തിലാണെങ്കിൽ എനിക്കത് കണ്ടിട്ട് ഉറക്കം വരുന്നുണ്ട്. നമ്മൾ ലോണാവലയിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല കളറായിട്ടുള്ള സംഭവങ്ങളെല്ലാം കണ്ടു കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മഴയും കാര്യങ്ങളൊക്കെ പോയി. പ്രത്യേകിച്ച് ഫുള്ളൊരു എന്താ പറയുക, പച്ചപ്പും ഒക്കെ ഉണക്കപ്പായി പോയി. എന്നാലും ആ വഴിയൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ രസമാക്കി. പക്ഷേ അത്രയ്ക്ക് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അവിടെയും അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം, അവിടെയും പോകണം. അതും നമ്മൾ പോയി. പിന്നെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആകെ സമാധാനം എന്താ പറയുക, വരുന്ന സമയത്ത് നേരത്തെ നമ്മുടെ ബൊമ്മയെ കളിയാക്കിയതാണ്. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സംഭവം സൂപ്പറായിട്ടുണ്ട്, നല്ല പേരയ്ക്ക. കാര്യങ്ങൾ അല്ലേ, ഈ റോഡിൻ്റെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടികൾ അങ്ങനെ എങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ ചീറി പാഞ്ഞുകൊണ്ടേ ഇരിക്കുക. ലെഫ്റ്റിക്കോ റൈറ്റിക്കൊക്കെ പോകാൻ തന്നെ നമുക്ക് പേടിയാവും അല്ലേ. പെട്ടെന്ന് ഹോൺ അടിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് പോലും ഇതാക്കാൻ പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് മുന്നിൽ കൂടെ ഒരൊറ്റ പോക്കാട്ടോ. ചേട്ടാ നമ്മൾ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എന്തായാലും പോയി. ചുമ്മാ എന്താ പറയുക, ഞങ്ങൾ ചുമ്മാ പറയണല്ല കേട്ടോ, വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണിച്ചു കൊടുത്ത് പോയി, ബ്രേക്ക് പോയി. ഇതേ നോക്കിക്കോട്ടോ, ഇതേ വണ്ടി നിൽക്കണേ ഇല്ല കേട്ടോ. വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുക. ഫുള്ള് ബ്രേക്കും പോയിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പേടിയും കാര്യങ്ങളും ഉണ്ട്. ഞാൻ ബ്രേക്ക് ഇല്ലാതെ ഇന്നേ ആരെങ്കിലും ടണലിൽ കൂടെ പോയിട്ടുണ്ടാവും. എന്നപ്പോൾ നമ്മൾ ടണലിൽ കൂടെ പോവാ കേട്ടോ, ബ്രേക്ക് ഇല്ലാണ്ട്. എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിലൊന്നും ഒരു വണ്ടികളോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ടണൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത്. വണ്ടിക്ക് ബ്രേക്കിന് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും ഞങ്ങളുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ മെൻഷൻ ചെയ്ത് ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും ഞങ്ങൾക്ക് ഫസ്റ്റ് എത്തും. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, എന്നൊക്കെ തോന്നുന്നു, ഇത് നല്ലതായിട്ടുണ്ട്, ഇതും കൂടി കുറച്ചുകൂടി ചെയ്യായിരുന്നു, അല്ലെങ്കിൽ പ്ലേസസ് ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ, പ്ലേസസ് പറയുകയാണെങ്കിൽ അങ്ങനെയും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും.